ഓണക്കാലം ആഘോഷമാക്കാൻ ഒട്ടനവധി ഓഫേഴ്സുമായി നിറം ഫാബ് എത്തിക്കഴിഞ്ഞു. സ്റ്റൈലിഷ് ആൻഡ് ട്രെൻഡിംഗ് കളക്ഷനായി ഇനി വേറെ എങ്ങും പോകണ്ട. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് നിറം ഫാബിൽ തന്നെ ആവാം. ഭക്തർക്ക് ചെളി അഭിഷേകം. 50ഓളം കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് കൊണ്ടാഴി 3-ാം വാർഡിലുള്ള മായന്നൂർ കൂട്ടിൽമുക്കിലുള്ള സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രം വരെയുള്ള റോഡ്. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ചെളി അഭിഷേകമാണ് അധികൃതർ സമ്മാനിക്കുന്നതെന്ന് പ്രദേശവാസികൾ. ഇത് കർക്കടവായിരുന്നു, കർക്കടത്തിൽ മുഴുവൻ ചളി കോരി അവിടെ വൃത്തിയാക്കി. ഇപ്പൊ ഇന്നലെ കൊണ്ട് മെമ്പർ കൂടെ കൊണ്ടുപോയിട്ട് ഒരു 2 യൂണിറ്റിന്റെ മണ്ണ് കൊണ്ടുപോയിട്ട് അത് കോറി വേസ്റ്റാന്ന് പറഞ്ഞിട്ട്, പക്ഷെ കോറി വേസ്റ്റ് അല്ല, അത് വെറും ചളിയാണ്. ഇവിടെ കൊണ്ടുപോയിട്ട് ഇപ്പം ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത ആ സ്ഥിതിയാണ്. ഇപ്പം എത്ര ഭക്തന്മാർ വരെ വരണ്ട അമ്പലത്തിലേക്ക്, ആർക്കും കൊണ്ട് വരാൻ പറ്റില്ല. പിന്നെ നായ്ക്കളുടെ ശല്യം ഭയങ്കരമാണ്. ചളിയിൽ ഒരു ഇന്ന കാലത്തൊരു വയസ്സായ അമ്മമ്മ ഇവിടെ വീടും. ഇതിലൊന്നും ചെയ്യുന്നില്ല, ഇവരെ യാതൊന്നും ചെയ്യുന്നില്ല. ആകെ ഒന്ന് മാത്രമേ വരുള്ളൂ, വേറെ ഒന്നും റോഡ് നോക്കാനോ ഒന്നിനൊരു ചുമതല ആർക്കും ഒരു ചുമതലയില്ല. അവർ വരുന്നു, അവരുടെ ഓരോ കാര്യങ്ങൾ വോട്ടിന് വേണ്ടി ചോദിച്ചു കൊടുത്തറല്ല. റോഡ് നേരാക്കണോ, ചളി ഉണ്ടോ, എവിടെ ഉണ്ടോ എന്ന് ഒരു മെമ്പർമാർക്ക് ആർക്കും ഒരു ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇത് സ്ഥിതി എത്ര ദിവസമായത്, എത്ര മാസങ്ങളായി. മഴയത്ത് മഴവെള്ളമായിരുന്നു, ഇപ്പം മഴ പോയപ്പോൾ ചളി കണക്കര. ഇതെന്താണെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് വരുന്ന വെള്ളം മുഴുവൻ ഒരൊറ്റ ആൾക്ക് ഭക്തന്മാർക്ക് നടന്നു വരാൻ പറ്റില്ല. അമ്പലത്തെ സ്ഥിതി. അപ്പം എങ്ങനെ അമ്പലത്തിൽ ആൾക്കാർ വരിക? ഈ ചളി കൂടെ ആരെങ്കിലും നടന്നു വരുമോ? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി. എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം മെമ്പറോട് പറഞ്ഞപ്പോൾ മെമ്പർ 3-ാം നമ്പർ വാർഡിൽ മെമ്പറോട് പറഞ്ഞപ്പോൾ ചളി കോരി കൊണ്ടിട്ടു. ഇന്നലെയാണ് കൊണ്ടിട്ടത് ഇവിടെ ചളി. കർക്കിടത്തിൻ്റെ മുമ്പ് കർക്കിടവാതിൻ്റെ മുമ്പ് പറഞ്ഞാണ് റോഡ് നേരാക്കണമെന്ന്. നേരാക്കിയില്ല. എന്നിട്ട് കൊണ്ട് ചളി കൊണ്ടുപോയിട്ട് 2 യൂണിറ്റ് വണ്ടി കൂടെ കൊണ്ടുപോയിട്ടു. അതിന് തന്നെ പെണ്ണുങ്ങളെല്ലാവരും കൂടി നിരത്തിയതിന് ശേഷം ഇതാണ് സ്ഥിതി. ആർക്കും നടക്കാൻ പറ്റില്ല. ഇതെങ്ങനെ ഇതിലെ മനുഷ്യന്മാർ നടക്കുക? കൂടാതെ വിദ്യാർത്ഥികളും റോഡിലെ ചെളിക്കുളം മൂലം ദുരവസ്ഥയിലാണ്. വ്യാപക ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ സ്കൂളിലെ 2000-ഓളം വിദ്യാർത്ഥികളും 150ഓളമുള്ള അധ്യാപകരും ഈ റോഡ് മൂലം യാത്രാ ദുരിതം അനുഭവിക്കുകയാണ്. കൂടാതെ 1500-ലധികം വർഷത്തെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന മായന്നൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളും ചെളിക്കുളം താണ്ടി അക്കരെ എത്തുന്നതിന് നടന്നുവരുന്നതിനു പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സ്ഥിതിവിശേഷത്തിലാണ്. ഈ ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന റോഡ് മൂലം വാഹനങ്ങൾ വന്നെത്താത്തതിനാൽ ആശുപത്രി സംബന്ധമായി യാത്ര ചെയ്യുന്നത് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടായിരിക്കുകയാണെന്ന് ആക്ഷേപം നിലനിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഈ ചളിക്കൂടെ വരാനൊന്നും പറ്റില്ല, അമ്പലത്തിലേക്ക് വരാറുമില്ല. ഇന്നിപ്പോൾ മഴയില്ലാത്ത കാരണം ഒന്ന് വന്നതാണ് കാണാൻ വേണ്ടിയിട്ട്. വളരെ ആഗ്രഹമുണ്ട് ഈ റോഡ് നേരവണം. ഞങ്ങൾക്ക് വളരെ ആഗ്രഹം. ഇരുചക്ര വാഹന യാത്രക്കാർ ചെളിയിൽ തെന്നിവീഴുന്ന അവസ്ഥയാണുള്ളതും. ഗ്രാമപഞ്ചായത്ത് മെമ്പറോടടക്കം നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും ആവശ്യമായ പരിഹാരം കണ്ടില്ല എന്നും കഴിഞ്ഞ ദിവസം ചെളി നിറഞ്ഞ റോഡിൽ കോറി വേസ്റ്റിന് പകരം മണ്ണ് തട്ടി പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്നുള്ള നിലപാടിനെയും പ്രദേശവാസികൾ അപലപിച്ചു. വയസ്സായ ആൾക്കാരും ചെറിയ കുട്ടികളും എല്ലാവരും നടക്കണ വഴിയാണ്. ഞങ്ങൾക്ക് ഇതൊന്ന് വൃത്തിയാക്കി തരണം. ഈ വീട്ടുകളിലേക്ക് കടക്കാൻ പാകില്ല, അങ്ങനെ ചളി കെട്ടി നിൽക്കുകയാണ്. ഉള്ളിലേക്കാണെങ്കിൽ ഒരാളും ആ വഴിക്കൊന്നും നോക്കില്ല. വീട്ടുകളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് കുറവ് പിടിച്ചിട്ട് നിൽക്കുകയാണ്. ആ ഉള്ളിലേക്കുള്ള വഴിക്ക് ആരും തിരിഞ്ഞ് നോക്കും കൂടിയില്ല. ഞങ്ങളുടെ സ്ഥിതിയൊക്കെ ഭയങ്കര മോശമാണ്. എങ്ങനെയായാലും ഇത് റോഡൊന്ന് ഞങ്ങൾക്ക് നേരെയാക്കി തരണം. വയസ്സായ ആൾക്കാരുണ്ട്, അമ്പലത്തേക്ക് വരാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അത് കാരണം ആൾക്കാർ വരാൻ വയസ്സായ ആൾക്കാർക്കൊന്നും നഷ്ടമില്ല. ശരിയായ രീതിയിൽ റോഡ് നന്നാക്കി പൊതുജനങ്ങളുടെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് പരിഹാരമാക്കിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയമായാൽ കൈകൂപ്പിച്ചിരിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു വരുന്നവർക്ക് ഉചിതമായ രീതിയിൽ തന്നെ മറുപടി നൽകുമെന്നും ഇവർ സിസിബിയോടായി പറഞ്ഞു. ചെളി നിറഞ്ഞ റോഡ് മൂലമുള്ള വിഷമതകളെക്കുറിച്ച് പ്രതികരിച്ചത് പ്രദേശവാസികളായ സോമൻ ദ്വാരക, ജാനു വടക്കേതിൽ, ജ്യോതിലക്ഷ്മി പടിഞ്ഞാറേതിൽ, സി കിരൺദാസ് എന്നിവരായിരുന്നു. ഇതിപ്പോൾ ഏകദേശം 50ഓളം കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. 50ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ കൂട്ടിൽമുക്ക് എന്ന പ്രദേശത്തിലെ ദൈനംദിന ജീവിതമാർഗ്ഗമാണ് പലരുടെയും. നമ്മുടെ ഈ വഴി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ ഈ മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രം വരെ ഇവരുടെ റോഡുകൾ വളരെയധികം ശോചനീയമായ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഒരു മഴ പെയ്താൽ അവിടുത്തെ 2000-ഓളം വിദ്യാർത്ഥികളും 150ഓളം വരുന്ന അധ്യാപകരും ദിവസേന യാത്ര ചെയ്യുന്ന സ്ഥലമാണത്. നമ്മുടെ ഈ കൊണ്ടാഴി പഞ്ചായത്തിൽ തന്നെ ഏക ഹയർ സെക്കൻഡറി സ്കൂളാണ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരു മഴ പെയ്താൽ അവിടുത്തെ കുട്ടികൾ മുട്ടോളം വെള്ളത്തിലാണ് വിദ്യാലയത്തിലേക്ക് എത്തേണ്ടത്. അതിന് തൊട്ടുപുറകെ സ്ഥിതി ചെയ്യുന്ന 1500-ൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണ് മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രം. 50ഓളം കുടുംബങ്ങൾ
താമസിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ഈ വഴികളിലൂടെയുള്ള അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു ചെറിയ മഴ പെയ്താലടക്കം ഇതുമായി ബന്ധപ്പെട്ട കുറേ റോഡുകളുടെ അവസ്ഥ വളരെയധികം ശോചനീയ അവസ്ഥയാണ്. ഒരു ഇരുചക്ര വാഹനങ്ങൾ ഈ അമ്പലത്തിലേക്ക് വരണമെങ്കിൽ തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ പരിസരവാസികൾ ഫുള്ള് നേരിടുന്നത്. ഒരു ഉത്സവത്തിന് തൊഴാൻ പോലും കഴിഞ്ഞ വർഷം ഒരു വാവുബലി ഉണ്ടായിരുന്ന ദിവസത്തടക്കം ഇതിലൂടെ ഇരുചക്ര വാഹനങ്ങൾ വരുമ്പോൾ വീഴുന്ന സ്ഥിതി അടക്കം ഇവിടെ നാട്ടുകാർ കണ്ടതാണ്. ഈ പ്രദേശവാസികൾക്ക് ഒരു ആശുപത്രി കേസ് വന്നാൽ, ഒന്ന് അടിയന്തരമായിട്ടൊരു വണ്ടി വിളിക്കാൻ വന്നാൽ ഈ പ്രദേശത്തേക്ക് വരാനടക്കം ഒരു ഓട്ടോ പോലുള്ള ആൾക്കാർ മടിക്കുകയാണ്. CCV ന്യൂസ് കൊണ്ടാഴി.